ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ടാ. നിനക്ക് പറഞ്ഞിരിക്കുന്ന പണി പ്രേമിക്കലല്ല, തിരക്കില്ല. ഉത്തമ മാറി നിൽക്ക. മക്കളെ ഗുണശേഖര, നിനക്ക് അവനോട് ഇത് ചെയ്യാൻ എങ്ങനെ തോന്നിയടാ? നിന്റെ മടി കിടന്നല്ലേ അവൻ വളർന്നത്. ചോറ് കൊടുത്ത കൈകൊണ്ട് തന്നെ നീ അവന്റെ ചങ്കി കത്തി കയറ്റിയില്ലേടാ. നിനക്ക് അവന്റെ ജീവൻ വേണോ? എന്റെ കൂടെ വാ, എന്നിട്ട് കരുത്തിയരിച്ച് കൊല്ലേ. ഞാനൊന്നും പറയില്ല. പക്ഷെ കണ്ടവനെ വിട്ട് കൊല്ലാക്കൊല്ല ചെയ്യിക്കാൻ പാടില്ലായിരുന്നു. ഗുണശേഖര, നിനക്ക് എങ്ങനെ മാറാൻ കഴിഞ്ഞു? നിനക്ക് തൃപ്തിയായല്ലോ അല്ലേ? മോളെ, ഈ മുറ്റത്ത് നീ പിച്ച വെച്ച് നടന്നപ്പോ, അവനുമായി കഞ്ഞിയും കറിയും വെച്ച് കളിച്ചപ്പോ അറിയാതെ കൊതിച്ചുപോയി എന്റെ മരുമോളാക്കണമെന്ന്. നീ കരുതുന്നുണ്ടാവും വെറും ഒരു പന്തയം ജയിക്കാനാണ് ഞാനതൊക്കെ ചെയ്യുന്നെന്ന്. അല്ല, മോഹം കൊണ്ടാ. അവനും നീയുമായി ഒരുമിച്ച് ജീവിക്കുന്ന കാണാനുള്ള കൊതി കൊണ്ടാ. കൊതിപ്പിച്ചതാ. നിന്റെ തന്തയ്ക്ക് ഞാനിപ്പോ വെറും ഒരു ബാർബർ, തെണ്ടി. കഴിഞ്ഞതൊക്കെ അവൻ മറന്നാലും നീ മറക്കുമെന്ന് കരുതിയില്ല മോളെ. നിന്റെ ചങ്കി കൈവച്ച് നിനക്ക് പറയാമോ എന്റെ മോനെ ഇഷ്ടമല്ലാന്ന്, അവനോട് സ്നേഹമില്ലാന്ന്? പറയാൻ പറ്റത്തില്ല മക്കളെ. പറഞ്ഞാൽ ആ നിമിഷം പപ്പു പിന്മാറും. എടാ, കുഞ്ഞുമോടെ കരച്ചിലിന്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? നിനക്ക് മനസ്സിലാവില്ല. എന്നാൽ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, അവിടെ നാവിന്ന് മനസ്സറിഞ്ഞ് എന്റെ മോനെ വേണ്ടാന്ന് പറയുന്നത് വരെ അവൻ അവളെ മോഹിക്കും, പുറകെ നടക്കും. തടയാക്കി തടഞ്ഞൂടാ പുല്ലേ. പോലീസുകാർ ചോദിച്ചപ്പോ നീ ആളെ മനസ്സിലായിരുന്നു പറഞ്ഞതിനാ? സത്യം പറഞ്ഞിരുന്നെങ്കിൽ രണ്ടിനെ അകത്താക്കാമായിരുന്നില്ലേ? എല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കട്ടെ. ഇനി എന്തിനാ വെറുതെ കേസും വെക്കാണോ ഒക്കെ? എന്റെ ഭാഗത്തും തെറ്റുണ്ടല്ലോ. എടാ, സ്നേഹം ഒരു തെറ്റല്ലല്ലോ. പക്ഷേ എന്റെ സ്നേഹം സുനന്ദയ്ക്കും അമ്മാവനും ഒരു തെറ്റായി തോന്നിയ സ്ഥിതിക്ക് ഞാൻ പിൻവാങ്ങുന്നതാണ് നല്ലത്. സ്നേഹം പിടിച്ചു വാങ്ങാനുള്ളതല്ലല്ലോ. എന്റെ സ്നേഹം എന്റെ മനസ്സിൽ തന്നെ പോട്ടെ. സുനന്ദയുടെ നല്ല ഭാവിക്ക് ഞാൻ ഒരിക്കലും ഒരു തടസ്സമായി മാറാൻ പാടില്ല. ഇതെല്ലാം ഒരു പഴയ കഥയായി മാറുന്നവരെങ്കിലും
ഞാൻ ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്തുകൊണ്ടും നല്ലത്. ഇവിടുന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ഉടൻ ഞാൻ ബോംബെക്ക് പോവുക. പനക്കിലെ പോളച്ചൻ അവിടെ നല്ല സ്ഥിതിയില്ല. അവൻ എന്തെങ്കിലും ഒരു ജോലി എനിക്ക് ശരിയാക്കി തരാതിരിക്കില്ല. നീ ഈ നാട്ടിൽ നിന്ന് പോകാൻ നിന്റെ അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അറിഞ്ഞാൽ സമ്മതിക്കില്ല. എന്തെങ്കിലുമൊക്കെ കള്ളങ്ങൾ പറഞ്ഞിട്ടാണെങ്കിലും ഇവിടുന്ന് പോയേ പറ്റൂ. പന്തയത്തിന്റെ കാലാവധി കഴിയുമ്പോൾ എല്ലാവരുടെയും വാശിയും വൈരാഗ്യവും ഒക്കെ കെട്ടടങ്ങിക്കോളും. അപ്പോ നീ തോൽക്കാൻ തന്നെ തീരുമാനിച്ചല്ലേ? പന്തയാവുമ്പോ ആരെങ്കിലും ഒരാൾ തോറ്റല്ലേ പറ്റൂ. ചക്രു, എങ്ങോട്ടാ യാത്ര? അത് അമ്മാവന് സുഖമില്ലാന്ന് പറഞ്ഞ് കത്തുണ്ടായിരുന്നു. ഒന്ന് ചെന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് കരുതി. 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. അമ്മാവിന്റെ വീട് ബോംബെയിലാണോ? ചക്രു ഇനി എങ്ങോട്ടും പോണ്ട. സഹതാപം കൊണ്ട് പറയുന്നതാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. മനസ്സിൽ എന്നാണ് എപ്പോഴാണ് ഇങ്ങനൊരു മാറ്റം ഉണ്ടായതെന്നും ചോദിക്കണ്ട. ഒരുപക്ഷെ സ്വന്തം മനസ്സ് മനസ്സിലാക്കാൻ ഞാൻ വൈകിയതുകൊണ്ടായിരിക്കാം. എന്തായാലും ഇപ്പോ ചക്രുവിന് എന്നോടുള്ള അതേ ഇഷ്ടം തന്നെയാണ് എനിക്കങ്ങോട്ടും. കോഴിവാസവും വേറെ ചിലവന്മാരും പപ്പുവിന്റെ പക്ഷത്താ. എല്ലാം കീഴ്ജാതിക്കാരാണല്ലോ. നമ്മളൊക്കെ ഒറ്റക്കെട്ടായി നിന്നാ മതി. അടിക്കേണ്ടി വന്നാ അടിച്ച് തന്നെ ഒതുക്കണം. നമ്മുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിയാണല്ലോടാ. ഇപ്പൊ വന്നു സുനന്ദമൂള് പോലും. പിള്ളേരുടെ മനസ്സല്ലേ, അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. ഇനി അബദ്ധങ്ങളൊന്നും പറ്റരുത്. ഇനിയുള്ള കളി വളരെ ബുദ്ധിപൂർവ്വം സൂക്ഷിച്ചേ കളിക്കാവൂ. ഒരു ബാർബർ ഷാപ്പ് കൊണ്ട് മാത്രമാണ് പപ്പുവും കുടുംബവും ജീവിക്കുന്നത്. ഈ ഗ്രാമത്തിലാണെങ്കിൽ മറ്റൊരു ബാർബർ ഷാപ്പുമില്ല. നമുക്ക് പപ്പുവിന് ഓപ്പോസിറ്റായിട്ട് പുതിയൊരു ബാർബർ ഷാപ്പ് ഇടണം. പപ്പുവിന്റെ വരുമാനം ആകെ തകർന്ന കുടുംബം പട്ടിണിയായി കഴിയുമ്പോ പപ്പുവിന്റെ അഹങ്കാരമൊക്കെ കുറഞ്ഞോളും. സംഗതിയൊക്കെ കൊള്ളാം. പക്ഷെ ഒരു ബാർബർ ഷാപ്പ് തുടങ്ങാന്നൊക്കെ പറഞ്ഞാ നമ്മൾ പണം മാത്രം മുടക്കിയാൽ മതി. അതിന് പറ്റിയ ഒരാൾ എന്റെ കസ്റ്റഡിയിലുണ്ട്. ഞാനൊരു ബാർബർ ഷാപ്പ് തുടങ്ങാന്നൊക്കെ പറഞ്ഞ നാട്ടുകാരെന്നെ കളിയാക്കില്ലേ? ഞങ്ങളുടെ ജാതിക്കാർക്ക് തന്നെ കുറച്ചില്ല. ഛേ, അന്തസ്സില്ലാത്ത പണി. എങ്കിൽ അന്തസ്സുള്ള രീതിയിൽ തന്നെ ആയിക്കളയാം. വെറും ഒരു ബാർബർ ഷാപ്പ് ആകണ്ട, ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങിക്കളയാം. എന്ത്? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ആ, അല്ലേ? അതെ, അതിനൊരു സ്റ്റാറ്റസ് ഒക്കെ ഉണ്ട്. എങ്കിലിനി ഒന്നും ആലോചിക്കാനില്ല. നമുക്ക് 6 ജപ്പാനെ വരുത്താം. അതാരാ? ബാർബർ കം ബ്യൂട്ടീഷ്യൻ. ഇതാണ് നമ്മുടെ പ്രൊപ്പറേറ്റർ ഗുണശേഖരൻ മുതലാളി. ഓഹോ, ഐ ആം RI ജപ്പാൻ FRCS. താങ്ക് യു. താങ്ക്സ്. ഹോപ്പ്ലെസ് പ്ലേസ്. ഒരു പട്ടിക്കാട് സ്ഥലമാണല്ലോ. സാരമില്ല, 1-2 ആഴ്ച കൊണ്ട് ഇവിടെ ഉള്ളവരെ ഞാൻ പട്ടണ പരിഷ്കാരികളാക്കിക്കൊള്ളാം. ഞാൻ ഇപ്പൊ കുടിച്ചല്ലേ? നിനക്കല്ല, ജപ്പാന്. എനിക്ക് വേണ്ട, ഞാൻ കുടി നിർത്തി. നിർബന്ധമാണെങ്കിൽ സന്ധ്യ കഴിഞ്ഞിട്ടാകാം. ഒരു ഫുൾ ബോട്ടിൽ ആനമൈക്ക് എഴുതിക്കൊള്ളൂ. അത് ഞാൻ ഏറ്റു. ഓഹോ, ഇത് അവന്റെ കടയാണല്ലേ? ഒന്ന് റാഗ് ചെയ്തേളാം. റാഗിങ്ങിന്റെ ഒരു ഹോബിയാണ്. വരൂ. ജപ്പാന്റെ ഒറ്റക്ക് പോയാൽ മതി, ഞങ്ങൾ അത്ര രസത്തിലല്ല. അല്ലെങ്കിലും ശത്രുക്കളെ എനിക്ക് ഒറ്റയ്ക്ക് നേരിടുന്നതാണ് ഇഷ്ടം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് എന്നെ കണ്ടില്ലെങ്കിൽ 10 ആളുകളായിട്ട് അങ്ങോട്ട് വന്നോളൂ. എന്ത് പറ്റി? ആഴത്തിൽ ഉറുമ്പുണ്ട് കേട്ടോ. കണ്ടിട്ട് ആളൊരു മിടുക്കനാണെന്ന് തോന്നല്ലേ? സംശയമുണ്ടോ? ആള് നല്ല മിടുക്കനാ, എന്നെ പോലെ സ്മാർട്ട്.